ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെയാടി ഇത്രയും വലിയൊരു ചതി നിനക്കൊരാളോട് ചെയ്യാൻ പറ്റുന്നേ? നവീന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നടക്കുന്നു എന്നല്ലാതെ മാണിക്കുഞ്ഞ് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മാണിക്കുഞ്ഞിനെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സത്യം. അതെ, ഇനി അമ്മയുടെ കൂടാണ്. സത്യം ചെയ്യുന്നില്ലേ? എനിക്ക് സൗകര്യമില്ല. എന്താ സൗകര്യമില്ലാത്തത്? പേടിച്ചിട്ടൊന്നുമല്ല. നിങ്ങളെപ്പോലെ ഇവളനുസരിക്കാൻ പറ്റാത്തോണ്ടാ. വിവാഹം നിശ്ചയിച്ച പെണ്ണാണെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ അത് കാണിക്കേണ്ടത് അവളുടെ വീട്ടിലാ, ഞങ്ങളുടെ നേർക്കല്ല. നാണമില്ലേ നിങ്ങൾക്കൊക്കെ അവള് പറയുന്ന അനുസരിക്കാൻ? ഇതിലും നല്ലത് തറവാട് അവളുടെ പേരിൽ എഴുതി കൊടുക്കുന്നതല്ലേ? നിർമ്മലേ, സത്യം ചെയ്യാത്തതിന്റെ പേരില് ഇവിടുന്ന് പുറത്താക്കാനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ അവര് പുറത്താക്കട്ടെ. നീ വാ, അഭിമാനം പറ്റി ജീവിക്കാൻ പറ്റില്ല. നിന്നെ അവിടെ നിന്നെ. സത്യം ചെയ്യുന്നല്ലേ ഒളിച്ചോടാൻ പറ്റൂ? സത്യത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. സത്യം എന്താണെന്ന് അമ്മായിക്ക് ഞാൻ കാണിച്ചു തരട്ടെ. കഥ ഇപ്പോഴും സേഫ് ആണെന്നുള്ള ധാരണയല്ല മൂന്നുപേരും നിൽക്കുന്നത്. കാണിച്ചു കൊടുക്കും. മുത്തശ്ശി, ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയിലുണ്ട് സത്യങ്ങളെല്ലാം. കളരിക്കൽ നിന്നും നിർമ്മല എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അവര് മാണിക്കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ കുറെ ആഭരണങ്ങൾ കൊടുത്തു വിടുന്നുണ്ടെന്നും അത് വാങ്ങി വെക്കണമെന്നും പറഞ്ഞു. നിർമ്മല മാഡം വന്ന് ചോദിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. മാണിക്കുഞ്ഞ് ആഭരണങ്ങൾ ചോദിച്ചു വന്നാൽ അതെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണമെന്നും പറഞ്ഞു. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അവരത് ഏറ്റോളാന്നാ പറഞ്ഞേ. മാണിക്കുഞ്ഞിനെ തറവാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗമെന്നാ അവരെന്നോട് പറഞ്ഞേ. എന്താ മായി ഇത് നിഷേധിക്കുന്നുണ്ടോ? മണിക്കുഞ്ഞ്, അന്ന് സത്യത്തിൽ എന്താ സംഭവിച്ചേ? എല്ലാരും ഒന്ന് കേക്കട്ടെ. ഞാൻ സാറിനോട് യാത്ര പറഞ്ഞ് രാത്രിയിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാ അമ്മായി എന്നോട് പറഞ്ഞത് മുത്തശ്ശി ആഭരണങ്ങൾ മെനിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ മുത്തശ്ശിയോട് ചോദിക്കാൻ വരാൻ തുടങ്ങിയപ്പോൾ അമ്മായി പറഞ്ഞു മുത്തശ്ശി പൂജാമുറിയിലാണ്, ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. എന്നിട്ട് താക്കോലെടുത്ത് തുറന്ന് ആഭരണപ്പെട്ടി എടുക്കാൻ എന്നോട് പറഞ്ഞു. കേട്ടില്ലേ മുത്തശ്ശി? ഇതാണ് ഇവിടെ നടന്നത്. ഈ നിൽക്കുന്ന കള്ളക്കൂട്ടങ്ങളാണ് മാണിക്കുഞ്ഞിനെ ഇവിടുന്ന് ചതിച്ച് പുറത്താക്കിയത്.
എങ്ങനെയാടി ഇത്രയും വലിയൊരു ചതി നിനക്കൊരാളോട് ചെയ്യാൻ പറ്റുന്നേ? നവീന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നടക്കുന്നു എന്നല്ലാതെ മാണിക്കുഞ്ഞ് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും നാണക്കേട് സഹിച്ച അവനോട് ഇനി എന്താണ് ഈ കുടുംബം പറയേണ്ടത്? നിർമ്മലെ, ഒരിക്കൽ പോലും ഒരു കുടുംബത്തിന്റെ താല്പര്യം എന്ന നിലയ്ക്ക് നിർമ്മലയോ ഭർത്താവോ മകളോ പെരുമാറിയിട്ടില്ല. എത്ര തവണയാ നിന്നോട് അമ്മയും നന്ദേട്ടനും ക്ഷമിച്ചിട്ടുള്ളത്? ഓരോ തവണയും അവരുടെ പ്രതീക്ഷ നിങ്ങൾ നന്നാവൂന്നല്ലേ? ഇവര് നന്നാവില്ല സുമിത്രേ. അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് പറയേ, നീയും ആ ജ്വല്ലറി ഉടമയും കൂടി മാറ്റി വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ എവിടെയാ? പറ. പറയാൻ. അത് ഞാൻ അയാളുടെ അടുത്ത് തിരിച്ചു വാങ്ങിച്ചു തരാം. ഇനി അത് അമ്മായിക്ക് തിരിച്ചു കിട്ടത്തില്ല. ആഭരണങ്ങൾ മാണിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞ അമ്മായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അങ്ങനെ ചെയ്യൂടി? നിന്നെ പറ്റിക്കൂ? പറ്റിക്കും. ചതിയന്മാരായ നിങ്ങളെ ആര് വേണമെങ്കിലും പറ്റിക്കും. നീ നഷ്ടപ്പെടുത്തിയതേ കാലാകാലങ്ങളായി ഈ കുടുംബത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പരമ്പരാഗത ആഭരണങ്ങളാ. അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നവർക്കല്ലേ കാത്തു സൂക്ഷിക്കുന്ന മുതലിന്റെ വില അറിയാവൂ. മുത്തശ്ശി, ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.